ഒരു സംരംഭം തന്നെയാണ്, മഹാസംരംഭം തന്നെയാണ് KICR എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ക്ലാസ് റൂമിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുമാറാവട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട നൂർ ഫൈലി ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ഉസ്താദുമാർ സദാസമയവും നമ്മുടെ ക്ലാസുമായി, നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ള ഇൽമ് വിജ്ഞാനദാഹികളായിക്കൊണ്ട് കടന്നു വന്ന നമുക്ക് വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളായി നമ്മളിലേക്ക് ആഗതമായിക്കൊണ്ട് നമ്മുടെ ആ ദാഹം അകറ്റുന്ന, വിജ്ഞാനദാഹം എന്നുള്ള ആ ദാഹം അകറ്റിത്തരുന്ന നമ്മുടെ ബഹുമന്യരായ ഉസ്താദുമാർ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെയേറെ വിജ്ഞാനപ്രദമായ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഈ KICRലൂടെ സദാസമയവും നമ്മുടെ പ്രവർത്തകന്മാർക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും വെറും ഇൽമുമായി കൊണ്ട് ബന്ധപ്പെടുന്ന, അതല്ലെങ്കിൽ ദിക്ർ ദുആകളും ഇൽമുകളുമായി, ദീനീ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരേ ഒരു ക്ലാസ് റൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പ്രവർത്തകന്മാർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് നേരമായി ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി സാഹിബ് ദമ്മാമിൽ നിന്ന് നമ്മുടെ KICRൽ ഒരുപാട് നേരമായി മൈക്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട നൂർ ഫൈലി ഉസ്താദ് PM-നുള്ള മറുപടി തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉസ്താദ് അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലൈവ് എന്തെങ്കിലും ഉണ്ടോ? കിസ് പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. കിസ് പ്രോഗ്രാം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. ലൈവ് ഉണ്ടെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ. എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ സുഹൃത്തുക്കൾ? എന്റെ ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒന്ന് എസ് അടിച്ചാട്ടെ. ഞാൻ വെറുതെ പറയണോ നോക്കാനോ? മാഷാ അല്ലാ, ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. ഏതായിരുന്നാലും നാളെ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി يا أيها الذين آمنوا صلوا عليه وسلموا تسليما. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകം തന്നെ പടക്കാൻ കാരണഭൂതരായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമുക്ക് വേണ്ടി വളരെയേറെ ത്യാഗോജ്ജലമായ ജീവിത രീതികൾ കാഴ്ചവെച്ച അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നക്ഷത്രതുല്യരായ സഹാബത്തെ കിറാം അവിടത്തേക്ക് ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവിടുത്തെ സ്നേഹം, അവിടുത്തെ തൃപ്തി കരഗതമാക്കാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്തവരാണ് സഹാബത്തെ കിറാം. സാമ്പത്തികമായും ശാരീരികമായും ഒരുപാട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ദീനിന്റെ ശത്രുക്കളോട് പടപൊരുതിക്കൊണ്ട് ജീവിതം തന്നെ ബലിയർപ്പിച്ച ഒരുപാട് നക്ഷത്രതുല്യരായ സ്വഹാബത്തെ കിറാം. ആ സ്വഹാബത്തെ കിറാമിന്റെയൊക്കെ ജീവിത രീതികൾ, അവരുടെ ആ ജീവിതം, ത്യാഗോജ്ജലമായ ജീവിത രീതി നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും ആരുമല്ല.
ഈ സാധുക്കളായ നാം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണുവാനോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഖിദ്മത്ത് എടുത്തു കൊടുക്കുവാനോ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന സഹാബത്തെ കിറാം യുദ്ധങ്ങളിലും മറ്റും പടപൊരുതിക്കൊണ്ട് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങളൊക്കെ നാം നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും ദീനിനു വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ്. നാം ഒന്നും ദീനിനു വേണ്ടി അവര് ചെയ്തതിന്റെ 100% പോലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഇതുപോലെയുള്ള നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെയൊക്കെ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളിയാഴ്ച രാവായ വ്യാഴാഴ്ച ദിവസം അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി, വല്ല ഒരുത്തനും ഇന്നമിൻ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നമിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങൾക്ക് ആഴ്ചയിൽ ഈ 7 ദിവസങ്ങളുള്ള ഈ ഒരാഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ആയതുകൊണ്ട് തന്നെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅക്സിറൂ അലയ്യ മിനസ്സലാത്തി ഫീഹി, ആയതുകൊണ്ട് ആ വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, ആ വെള്ളിയാഴ്ച ദിവസങ്ങളില് നിങ്ങൾ എന്റെ മേലിൽ സ്വലാത്തുകൾ നിങ്ങൾ അധികരിപ്പിക്കണേ. എന്തിനാണെന്നറിയോ? വെള്ളിയാഴ്ച ദിവസം മാത്രം നിങ്ങളോട് സ്വലാത്തിനെ അധികരിപ്പിക്കാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ അത് എന്റെ മേൽ നേരിട്ട് വെളിവാക്കപ്പെടുമെന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. നാം ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓ വിശ്വസിച്ച വിഭാഗമേ, നിങ്ങൾക്ക് ഞാൻ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ നിസ്കാരത്തിന് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സകാത്ത് കൊടുക്കണേ, നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണേ എന്ന് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു അങ്ങനെ ഓരോ കൽപ്പനകള് അല്ലാഹു ഖുർആനിലൂടെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിവിടെ പറയാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഞാനും എന്റെ മലായികത്തുകളും ഞാനും എന്റെ മലായികത്തുകളും സലാത്ത് യുസല്ലൂന അലൻ നബിയ്യ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലില് ഞങ്ങൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ആയതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന് അല്ലാഹു കൽപ്പന നൽകുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നമ്മളോട് കൽപ്പിച്ചത്, ആദ്യം നമ്മളോട് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച വിഭാഗമേ, വിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ നോമ്പിന് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നുണ്ട്, എന്ന് അല്ലാഹു നമ്മളോടൊരു കൽപ്പന പറയുന്നുണ്ട്. പക്ഷേ
ഇവിടെ നമ്മളോട് അള്ളാഹു പറഞ്ഞതെന്താണെന്നറിയോ? ആദ്യം അള്ളാഹു ചെയ്ത കാര്യം, അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ ആദ്യം എടുത്തു പറഞ്ഞിട്ട്, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ചെയ്യുന്ന കാര്യത്തിനെ അള്ളാഹു ആദ്യം എടുത്തു പറഞ്ഞിട്ട്, അള്ളാഹു ആദ്യം എടുത്തു പറഞ്ഞുകൊണ്ട് എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങളും അതുപോലെ ചെയ്യണേ എന്ന്. ചിന്തിക്ക എന്റെ സഹോദരാ, അള്ളാഹു പറഞ്ഞില്ല ഞാനും നോമ്പ് നോൽക്കുന്നുണ്ട്, അതല്ലെങ്കിൽ എന്റെ മലായിക്കത്തുകൾ നോമ്പ് നോൽക്കുന്നുണ്ട്, എന്റെ മലായിക്കത്തുകൾ നിസ്കരിക്കുന്നുണ്ട്, എന്റെ മലായിക്കത്തുകൾ സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ആയതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണേ, ആയതുകൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ പറഞ്ഞത്. മറിച്ച് നേരിട്ട് നമ്മളോട് കൽപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നിങ്ങൾ നിസ്കരിക്കണേ, നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ എന്ന് നമ്മളോട് നേരിട്ട് കൽപ്പിക്കുകയാണ് ചെയ്തതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സലാത്ത്, ആ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സലാത്ത്, എന്റെ മലായിക്കത്തുകളും ഞാനും സലാത്ത് ചെല്ലുന്നുണ്ട്, ആയതുകൊണ്ട് നിങ്ങളും സലാത്ത് ചെല്ലണേ എന്ന് പറയാൻ കാരണം അതിന്റെ മഹത്വം അറിയിക്കുകയാണ്. ഇതുപോലത്തെ ഒരു ആയത്ത് ഖുർആനിൽ വേറെ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ആയത്തിന്റെ നടുവിൽ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ നടുവിലായിക്കൊണ്ട് എന്ന് വച്ചാൽ ആദ്യം അള്ളാഹു ഞാൻ ചെയ്യുന്നു, എന്റെ മലായിക്കത്തുകൾ ചെയ്യുന്നു, ആയതുകൊണ്ട് നിങ്ങളും ചെയ്യണേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അങ്ങനെ ഒരു കൽപ്പന ചെയ്തത് അള്ളാഹുവിന്റെ ആ ഇബാദത്തുകൾ ചെയ്യുന്ന ആബിദീങ്ങളായ മലായിക്കത്തുകൾ ചെയ്യുന്ന ആ ഇബാദത്തുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ ശേഷം നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരേ ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സലാത്ത് മാത്രമാണ്. മാത്രമല്ല ഇതുകൊണ്ട് നാം വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹു പറഞ്ഞ നിസ്കരിക്കാൻ നമ്മളോട് കൽപ്പിച്ചത്, ആ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് നാം നിസ്കാരം നിർവഹിച്ചവരെ ആവുകയുള്ളൂ. ആ നോമ്പ് നാം അനുഷ്ഠിക്കുമ്പോ, റമളാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുമ്പോ അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടവരാവുന്നു നാം. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ടത്, അള്ളാഹു ഇവിടെ നമുക്ക് തന്ന ഈ ആയത്തുണ്ടല്ലോ, നമ്മളോട് കൽപ്പിച്ച അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ നമ്മളോട് കൽപ്പിച്ച ഈ ആയത്ത്, അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതഹു, ഞാനും എന്റെ മലായിക്കത്തുകളും ചെയ്യുന്നു, ഞാനും എന്റെ മലായിക്കത്തുകളും സലാത്ത് ചൊല്ലുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ നാം ചിന്തിക്കേണ്ടത്, അള്ളാന്റെ ഹബീബിന്റെ പേരിൽ നാം സലാത്ത് വർദ്ധിപ്പിക്കുമ്പോ, അള്ളാന്റെ ഹബീബിന്റെ പേരിൽ നാം സലാത്ത് ചൊല്ലുമ്പോ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹു ചെയ്ത ആ ഇബാദത്തിന്, അള്ളാഹു ചെയ്ത ഒരു കാര്യത്തിന് പിന്തുടരലാണ്. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ചെയ്ത് കാണിച്ചു തന്ന ആ ഇബാദത്തിന് പിന്തുടരലും ഈ ഇബാദത്തിന് നാം ചെയ്ത പ്രതിഫലവും കിട്ടുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുകയും അള്ളാഹു ചെയ്ത ഒരു കാര്യത്തിന് പിന്തുടരുകയും, ഇങ്ങനെയുള്ള മഹത്വങ്ങളാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോ നമുക്ക് ലഭ്യമാവാൻ പോകുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. നാം ഒരിക്കലും മറന്നു പോവരുത്, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത, ഉമ്മത്തിന് വേണ്ടി അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുവെങ്കില്, അവിടുന്ന് ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുവെങ്കില്, പ്രിയമുള്ള സഹോദരങ്ങൾ
സഹോദരങ്ങളെ ചിന്തിക്കണം നമ്മള്. നമുക്ക് വേണ്ടിയാണത്. ആരാണ് അവിടുത്തെ ഉമ്മത്തീങ്ങള്? ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും എത്രയെത്ര ദോഷങ്ങളാ നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനൊക്കെ ആ ദോഷങ്ങളെയൊക്കെ പൊറുക്കപ്പെടാൻ, ആ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടുകൊണ്ട് നാം നല്ല ആളുകളാവണമെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ പെടണമെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരില് സ്വലാത്ത് ചൊല്ലിയേ മതിയാവൂ. എന്തേ ഞാനത് പറയാൻ കാരണമെന്നറിയോ? അള്ളാന്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഔലൻ നാസി ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലൻ നാസി ബിഹി യൗമൽ ഖിയാമത്തി അക്സറുഹും അലൈഹിസ്സലാത്ത്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ഔലൻ നാസിബി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാന്റെ ഹബീബിന്റെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ നമ്മൾ ഉൾപ്പെടണോ? നമ്മൾ ദോഷങ്ങളിൽ നിന്ന് മുക്തരായിക്കൊണ്ട്, തെറ്റുകളിൽ നിന്ന് മുക്തരായിക്കൊണ്ട് അവിടുത്തെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണോ? സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് ആളുകള് ജോലി തിരക്ക് കാരണം ഖുർആൻ പാരായണം പോലും ചെയ്യാൻ, ഖുർആൻ നിവർത്തിവെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കിട്ടാത്ത, ഖേദകരമെന്ന് പറയട്ടെ, എന്നോട് എന്റെ ഒരു കൂട്ടുകാരൻ വന്നുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ, എന്റെ ജോലി തിരക്ക് കാരണം എനിക്ക് ഒരുപാട് നിസ്കാരങ്ങൾ ഖളാ ആവുന്നുണ്ട്. എന്റെ ജോലി തിരക്ക് കാരണം എനിക്ക് അതാ ആയിക്കൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്, ഞാൻ വല്ലാത്ത സങ്കടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ദുഃഖം വന്നുകൊണ്ട് എന്നോട് പറയുന്ന ആ ഒരു സഹോദരന്റെ എത്രത്തോളം വിഷമമുണ്ടാ സഹോദരന്. പ്രിയമുള്ള സഹോദര, ചിന്തിക്കണം. നമ്മള് ഒരുപാട് ഈ കാലഘട്ടത്തില് ഒരുപാട് ജോലി തിരക്ക് കാരണം നമുക്കൊന്നിനും സമയം ലഭ്യമാവാത്തവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ ജോലിയുടെ തിരക്കിലൊക്കെ നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രതിഫലം ലഭിക്കുന്ന, ഈ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് മാത്രമാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ അടുക്കല് ഈ സ്വലാത്ത് എന്ന് പറയുന്നത് മറ്റു ഏത് ഇബാദത്തുകളും നാം ആ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവണമെങ്കിൽ അതിന് നിയ്യത്ത് നിർബന്ധമാണല്ലോ പ്രിയമുള്ളവരെ. ആ ഉദാഹരണം അള്ളാഹുവിന്റെ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ ദിക്റടക്കം നാം ചൊല്ലുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണം, ഞാൻ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുകയാണെന്ന്. അതുപോലെ തന്നെ അള്ളാഹുവിന് ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും, നിസ്കാരമടക്കമുള്ള ഇബാദത്തുകള്, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുകയാണെന്ന നിയ്യത്ത് വേണം. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തുണ്ടല്ലോ, നിയ്യത്തില്ലാതെ, മനസ്സിലൊന്നും വെക്കാതെ, മനസ്സിൽ ഒരു നിയ്യത്തുമില്ലാതെ ആ സ്വലാത്തിന് നാം ഉരുവിടുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കല് ഒരു സലാത്തിന് പകരം ഒരു ഇബാദത്തായിട്ടല്ല, ഒരു സലാത്തായിട്ടല്ല അള്ളാഹു എഴുതപ്പെടുന്നത്. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, മൻ സല്ലാ അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. ചിന്തിക്കന്റെ പ്രിയമുള്ള സഹോദര, വല്ല ഒരുത്തനും എന്റെ പേരിൽ ഒരൊറ്റ സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു ബിഹാ അശറാ, അവന്റെ പേരിൽ അള്ളാഹു 10 എണ്ണ ചെല്ലുന്നത്. 10 സലാത്താണ് അള്ളാഹു അവനിക്ക് ചെല്ലുന്നത്. ആ 10 ഗുണമാണ് അള്ളാഹു അവനിക്ക് എഴുതപ്പെടുന്നത്. ആ 10 ഹസനത്താണ് അവനിക്ക് അള്ളാഹു എഴുതപ്പെടുന്നത്. പിന്നെ എന്തിനാ നമ്മൾ മടിച്ചു നിൽക്കുന്നത്? എന്തിനാ പിന്നെ നമ്മൾ മടിക്കുന്നത്? പ്രിയമുള്ള സഹോദര, ഒരൊറ്റ ഇബാദത്ത്, ഒരു കാര്യം ചെയ്യുമ്പോ അതിന് 10 മടങ്ങ് പ്രതിഫലം കിട്ടുന്ന ഇതേപോലത്തെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തല്ലാതെ വേറെ ഏത് ഇബാദത്താ നമുക്കുള്ളത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത്.
ആ സ്വലാത്ത് ചെല്ലുമ്പോ നമുക്ക് വേണ്ടി 10 മടങ്ങാണ്, നമുക്ക് വേണ്ടി 10 ഹസനത്താണ് അല്ലാഹു എഴുതപ്പെടുന്നതെങ്കിൽ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, മൻ സല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ, വല്ല ഒരുത്തനും എന്റെ പേരിൽ വാഹിദ ഒരൊറ്റ സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലപ്പെട്ടാൽ, വല്ല ഒരുത്തനും ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി 10 സ്വലവാത്ത്, അല്ലാഹു അവനിക്ക് 10 ഗുണങ്ങൾ ചെയ്യുന്നു. മാത്രമല്ല വഹത അൻഹു 10 ഖതീആത്ത്, 10 ഗുണങ്ങൾ എഴുതപ്പെടുക മാത്രമാണോ? ഞാൻ എന്തേ നേരത്തെ പറഞ്ഞത്, മുഅ്മിനായിക്കൊണ്ട് നിനക്ക് മരണപ്പെടണോ, അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോ. എന്തേ കാരണമെന്നറിയോ? അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഒരുത്തൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് 10 ഗുണങ്ങൾ അല്ലാഹു എഴുതപ്പെടുക മാത്രമല്ല, അവനിക്ക് അവന്റെ 10 ദോഷങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുന്നു. മാത്രമല്ല അള്ളാന്റെ ഹബീബ് ആ ഹദീസിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്, വറഫഅ ലഹു 10 ദറജാത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവനിക്ക് അവന്റെ 10 ദറജകളെ അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നു. എന്താ ഇതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടത്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇതല്ലാതെ എന്താ വേണ്ടത്? നമ്മുടെ ഖതീആത്തുകളെ അല്ലാഹു മായ്ച്ചു കളയുക. ഖതീആത്തുകളെ മായ്ച്ചു കളഞ്ഞ് അതിന് പകരം ഹസനാത്തുകളെ അല്ലാഹു നമുക്ക് എഴുതപ്പെടുക. ആ ഹസനാത്തുകൾ എഴുതപ്പെട്ടിട്ട് ഇവനിക്ക് ദറജകളെ അല്ലാഹു ഉയർത്തി കൊടുക്കുക. ഇതല്ലാതെ പിന്നെന്താ സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം? എന്താണ് ഈ 3 കാര്യങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തു തരാനുള്ള സബബ് എന്താണ്? അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് മാത്രമാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ആയതുകൊണ്ട് മടിക്കണ്ട. ജോലി സമയത്തും ഏത് ജോലി തിരക്കിലാണെങ്കിലും സ്വലാത്ത് എന്ന് പറയുന്നത് നിയ്യത്ത് വേണ്ട കേട്ടോ. അത് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന നിയ്യത്തില്ലാതെ തന്നെ നാം സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ പ്രിയമുള്ള സഹോദര, നിനക്കത് 10 മടങ്ങായിക്കൊണ്ട് അല്ലാഹു ഗുണം എഴുതപ്പെടുന്നു. എത്ര വലിയ ജോലി തിരക്കാണെങ്കിലും ചൊല്ലിക്കൂടെ സ്വലാത്ത്? ആയതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര വലിയ ജോലി തിരക്കിലാണെങ്കിലും അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ, ഒരു പക്ഷേ ഖുർആൻ ഓതാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഖുർആൻ മനപ്പാടമില്ലാത്തവരായിരിക്കാം നമ്മളിൽ പലരും. എന്നാലും ജോലി സമയങ്ങളിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതിക്കൊണ്ട് സ്വലാത്തിനെ വർദ്ധിപ്പിക്കൽ നമ്മളെ കൊണ്ട് സാധ്യമാവുന്നതല്ലേ പ്രിയമുള്ളവരെ? എത്ര തിരക്ക് പിടിച്ച ജോലികളാണെങ്കിലും നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൂടെ? കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാത്ത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, എന്റെ യൗമുൽ ഖിയാമത്ത് നാളിൽ എനിക്ക് എന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട എന്റെ ഉമ്മത്തീങ്ങളിൽ വെച്ച് എന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ടവർ ആരാണെന്നറിയോ? സഹാബത്തെ കിറാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ അക്സറുഹും അലയ്യ സ്വലാത്ത. ആയതുകൊണ്ട് എന്റെ മേലിൽ സ്വലാത്തുകളെ അധികരിപ്പിക്കുന്നവരാണ് ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ, എനിക്കേറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞുവെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിർബന്ധമായിക്കൊണ്ടും നാം സ്വലാത്തുകളെ അധികരിപ്പിക്കണം. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ നക്ഷത്രതുല്യരായ സഹാബത്തെ കിറാം അവരൊക്കെ ചെയ്തതിന്റെ 100% പോലും നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി ചെയ്യാൻ സാധ്യമായിട്ടില്ല.
അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അവസാനമായി കൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ ചെഞ്ചുണ്ടനങ്ങുന്നത് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ കാണുകയാണ്. അവസാനമായി കൊണ്ട് അള്ളാന്റെ ഹബീബ് എന്താണ് ഈ ലോകത്തോട് പറയുന്നതെന്ന് കേൾക്കാൻ മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ചെഞ്ചുണ്ടോടടുപ്പിക്കുകയാണ് മഹദിയുടെ ചെവി. അവസാനമായി കൊണ്ടെന്താ അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്നറിയോ? ഉമ്മത്തി ഉമ്മത്തി റബ്ബി സല്ലിം ഉമ്മത്തി, എന്റെ ഉമ്മത്തീങ്ങൾ അല്ലാഹുവേ എന്റെ ഉമ്മത്തീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ, എന്റെ ഉമ്മത്തീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മരണവേദന ഇത്ര ഗൗരവമാണെങ്കിൽ, എന്റെ എത്ര ഗൗരവമാണെങ്കിൽ എന്റെ ഉമ്മത്തീങ്ങളുടെ മരണവേദന മുഴുവനും എനിക്കിട്ടു തന്നാലും വേണ്ടില്ല, എന്റെ ഉമ്മത്തീങ്ങൾക്ക് നീ മരണവേദന നൽകല്ല അല്ലാ, അവർക്ക് നീ മരണവേദന ലഘുവാക്കി കൊടുക്കണേ അല്ലാ എന്ന് മരണസമയത്ത്, വഫാത്തിന്റെ സമയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ ഒരിക്കലും സലാത്ത് ചെല്ലാൻ മടിക്കരുത്, അവിടത്തേക്ക് സലാത്തുകളെ അധികരിപ്പിക്കണം. അള്ളാന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ പ്രിയമുള്ള സഹോദരാ, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഗിമ അൻഫു റജുലിൻ ذكرت عنده فلم يصلي علي. ചിന്തിക്കന്റെ പ്രിയമുള്ള സഹോദര, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഗിമ അൻഫുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മാന പണ്ഡിതന്മാർ പറഞ്ഞത് അവൻ മൂക്കുകുത്തി വീഴട്ടെ, അഥവാ അവൻ നശിച്ചു പോവട്ടെ എന്ന അർത്ഥത്തിലാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പേര് കേട്ടിട്ട്, എന്റെ പേര് പറയപ്പെട്ടിട്ട് അവൻ എന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടില്ല, അവൻ നശിച്ചു പോവട്ടെ എന്നല്ലാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ സലാത്തുകളെ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പ്രിയമുള്ളവരെ ഈ ലോകത്ത് എന്നെ ഞാനാക്കിയത്, നിങ്ങളാക്കിയത്, മുസ്ലിം എന്ന നാമം നമുക്ക് ലഭിച്ചത്, നാമൊന്നും മുസ്ലിമിന്റെ നാമധാരികളായിക്കൊണ്ട് ഈ ലോകത്ത് പൂജാതരാവേണ്ടവരല്ലല്ലോ പ്രിയമുള്ളവരെ. ആരാണിതിന്റെ കാരണക്കാരെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ജബൽ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറിയിട്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യമായി കൊണ്ട് ദീനീ പ്രബോധനം നടത്തുന്ന സമയത്ത് അവിടുന്ന് മുഹമ്മദേ നീ ഭ്രാന്തനാണ്, നിനക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മക്കാനിവാസികളൊക്കെ, മക്കയിലെ ആ ശത്രുപക്ഷത്തുള്ള മക്കാനിവാസി മുശ്രിക്കുകളൊക്കെ അള്ളാന്റെ ഹബീബിനെ തെറികൊണ്ട് അഭിഷേകം ചെയ്തുവെങ്കിൽ അവിടുന്ന് ഇട്ടെറിഞ്ഞു പോയില്ല ദീന്. അള്ളാഹുവിന്റെ ഹബീബ് ഹസൻ ഹുസൻ റളിയല്ലാഹു അൻഹുമ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഹസൻ ഹുസൻ റളിയല്ലാഹു അൻഹുമ വിശപ്പിന്റെ കാഠിന്യത്താൽ അവർ കരഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് ജോലി അന്വേഷിച്ച് നടന്നിട്ട് ഒരു ജൂത മുതലാളിയുടെ തോട്ടത്തിലെത്തിപ്പെട്ട അള്ളാന്റെ ഹബീബിനോട് പറഞ്ഞില്ലേ, നിങ്ങൾ വെള്ളം കോരിക്കൊടുത്താൽ മതി, ഇവിടെ തോട്ടം നനക്കുന്നവർക്ക് നിങ്ങൾ വെള്ളം കോരിക്കൊടുത്താൽ മതി. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ പ്രവാചകരാണ് എന്റെ സഹോദരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ സ്നേഹത്തിന്റെ നിറകുടമാണ്. ആ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ജോലിയും സന്തോഷം ഏറ്റെടുക്കാൻ തയ്യാറായി. എന്റെ മക്കളുടെ വിശപ്പകറ്റാനല്ലേ, എനിക്കത് പ്രശ്നമില്ല. ഏത് സമയത്താണെന്നറിയോ? ഒരു വിരൽ കൊടി അനക്കിയാൽ ചാക്ക് കണക്കിന് ഈത്തപ്പഴം എത്തിക്കാൻ പ്രഗത്ഭരായ പണക്കാരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആ പണക്കാരായ സഹാബത്തെ കിറാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം
ഘട്ടത്തിലാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ജോലി അന്വേഷിച്ച് നടന്നത്. അങ്ങനെ വെള്ളം തന്റെ കർത്തവ്യം നിറവേറ്റുന്നതിനിടയിൽ കയറ് പൊട്ടിക്കൊണ്ട് അവിടുന്ന് ബക്കറ്റ് കിണറ്റിന്റെ അഗാധമായ ഗർത്തത്തിലേക്ക് കണ്ടുപോയ എന്റെ സഹോദരാ. അവിടുന്ന് ആ ജൂത മുതലാളിയോട് ജോലിക്കാര് പരാതി പോയി പറഞ്ഞപ്പോ ജൂത മുതലാളി കടന്നു വന്നുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ തെറികൊണ്ട് അഭിഷേകം ചെയ്തു. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്തടിക്കാൻ നോക്കിയപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ ജൂത മുതലാളിയോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സ്നേഹത്തിന്റെ പ്രവാചകരാണ് എന്റെ പ്രിയമുള്ളവരെ, കാരുണ്യത്തിന്റെ പ്രവാചകരാണ് എന്റെ സഹോദരന്മാരെ. ആ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞതെന്താണെന്നറിയോ? നിങ്ങൾ വേണമെങ്കിൽ എന്റെ മുഖത്തടിച്ചോ, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ശിക്ഷിച്ചോ, എനിക്കത് പ്രശ്നമേ അല്ല. എന്നാലും എന്റെ ഈത്തപ്പഴം നിങ്ങൾ മുടക്കരുതേ, എന്റെ മക്കള് വീട്ടിൽ കരഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ജൂത മുതലാളിയുടെ മനസ്സലിഞ്ഞില്ലേ പ്രിയമുള്ളവരെ? അകത്ത് പോയിക്കൊണ്ട് ഒരു സെഞ്ചി നിറയെ ഈത്തപ്പഴവുമായിക്കൊണ്ട് ആ അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ജൂത മുതലാളി പറഞ്ഞു, ഇതുകൊണ്ട് പോയിക്കോ, എന്നിട്ട് നിങ്ങളുടെ മക്കളുടെ വിശപ്പകറ്റിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സലിഞ്ഞ ജൂത മുതലാളി അവിടുന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ ഒരൽപ്പം ഈത്തപ്പഴം എടുത്തു കൊടുക്കുകയാണ്. മനുഷ്യ സ്നേഹം, ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യ സ്നേഹം പഠിപ്പിച്ച ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ലേ. അവിടുന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ ചെയ്തതെന്താണെന്നറിയോ? ആ ഈത്തപ്പഴവുമായി മടങ്ങുന്ന വഴിമധ്യേ ആ കിണറിന്റെ സമീപത്ത് ചെന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഖുർആനിന്റെ പരിശുദ്ധമാക്കപ്പെട്ട വചനം ഉച്ചരിച്ചുകൊണ്ട് അഗാധമായ ഗർത്തത്തിലേക്ക് കണ്ടുപോയ ബക്കറ്റ് ആ കിണറ്റിന്റെ അടിയിലേക്ക് അവിടുന്ന് ശറഫാക്കപ്പെട്ട കരം നീട്ടേണ്ട താമസം ആ അഗാധമായ ഗർത്തത്തിലേക്ക് കണ്ടുപോയ ബക്കറ്റ് സ്വമേധയാൽ മേൽപോട്ടുയർന്നു വരികയാണ് എന്റെ പ്രിയമുള്ളവരെ. ചിന്തിക്കണം നമ്മള്. ആ ബക്കറ്റ് മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് ബക്കറ്റ് മുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നടന്നു നീങ്ങി. ഇതവിടുത്തെ ജോലിക്കാര് കണ്ടിട്ട് ജൂത മുതലാളിയോട് പോയിട്ട് വിഷയം പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആ പോയ മനുഷ്യൻ സാധാരണക്കാരനല്ല. അദ്ദേഹം കിണറിന്റെ സമീപത്ത് പോയിട്ട് എന്തോ ഉരുവിടുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ആ അഗാധമായ ഗർത്തത്തിലേക്ക് കണ്ടുപോയ ബക്കറ്റ്, ഇത്രയും ആഴത്തിലേക്ക് കണ്ടുപോയ ബക്കറ്റ് അതാ മുകളിലേക്ക് എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹം പോയതെന്ന് ജൂത മുതലാളിയോട് ഈ ജോലിക്കാര് പറഞ്ഞപ്പോ ജൂത മുതലാളി അവിടുന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് പോയത് സാധാരണ മനുഷ്യരല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജൂത മുതലാളി അല്ലാഹുവിന്റെ ഹബീബിനെ അനുധാവനം ചെയ്യുകയാണ് എന്റെ പ്രിയമുള്ളവരെ. അള്ളാന്റെ ഹബീബ് നടന്നു നീങ്ങിയ അള്ളാഹുവിന്റെ ഹബീബ് നടന്നു നീങ്ങിയ വഴിത്താരെ ഈ ജൂത മുതലാളി നടന്നുകൊണ്ട് ഈ അള്ളാഹുവിന്റെ ഹബീബിനെ ദൂരെ നിന്ന് കാണുന്നുണ്ട് ജൂത മുതലാളി. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ വീട്ടിലേക്ക് കയറി. ജൂത മുതലാളി ആ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു നീങ്ങി. വീടിന്റെ മുൻവശത്തൊരു അയറാബി നിൽക്കുന്നതായിട്ട് ജൂത മുതലാളി കണ്ടു. ആ അയറാബിയോട് ചോദിച്ചു, ഇത് ആരുടെ വീടാണ്? ആ സമയത്ത് അയറാബി ഒരു അല്പ പുഞ്ചിരിയോടുകൂടെ, ഈ വീട് ആരുടെ വീടാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? ആ സമയത്ത് അല്ല. ആ സമയത്ത് ജൂത മുതലാളിയോട് ഈ അയറാബി ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങൾ ഈ വീട് അന്വേഷിച്ചു വന്നത്? ഈ വീടിനെ കുറിച്ചറിയാത്തവരാരുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ജൂത മുതലാളി ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു. നടന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ ജൂത മുതലാളിയോട് ഈ അയറാബി പറഞ്ഞു കൊടുക്കുകയാണ്, ആ വീട് മറ്റാരുടെ വീടുമല്ല, അതാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ അധീയനായ നേതാവ്, ലോകം കണ്ടതിൽ വെച്ച കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ നിറകുടമായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടാണെന്ന് പറഞ്ഞപ്പോ ഈ ജൂത മുതലാളി
ഓടിച്ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അവിടുന്ന് അനുവാദം ചോദിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിന്റെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, ഞാനിപ്പോ വന്നത് അങ്ങയോട് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക മുഹമ്മദുർ റസൂലുള്ളാഹ്. നബിയേ, ഞാൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുവെങ്കിൽ, പ്രിയമുള്ള സഹോദര, ഞാൻ എന്തിനാ ഈ ചരിത്രം ഇവിടെ പറഞ്ഞതെന്നറിയോ? എനിക്ക് ഷാക്കിർ എന്ന പേര് ലഭിച്ചത്, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ മുസ്ലിം എന്ന നാമം ലഭിച്ചത്, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ സ്നേഹത്തിന്റെ നിറകുടമായ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ത്യാഗോജ്ജലമായ ജീവിത രീതി കണ്ടിട്ട്, ആ സ്നേഹോജ്ജലമായ ജീവിത രീതി കണ്ടിട്ട്, ഇതുപോലത്തൊരു കാരുണ്യത്തിന്റെ നേതാവിനെ ഈ ലോകം വേറെ കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ്. ഇങ്ങനെയാണ് ഇസ്ലാം അല്ലാഹുവിന്റെ ഹബീബ് ഇവിടെ പടുത്തുയർത്തിയത്. ഈ രൂപത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ ഇസ്ലാം ഇവിടെ പടുത്തുയർത്തിയത്. നമ്മളൊക്കെ ഈ പാപികളായ ദോഷികളായ നമ്മളൊക്കെ ദീനിന് വേണ്ടി എന്ത് ത്യാഗമാ സഹിച്ചത്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ നക്ഷത്രതുല്യരായ സഹാബത്തെ കിറാമും ഈ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളുണ്ടല്ലോ. ഈ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗോജ്ജലമായ ജീവിത രീതിയുണ്ടല്ലോ, അതിന്റെ 100% ഈ സാധുക്കളായ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. പിന്നെ എവിടെന്നാ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുന്നത്? ഏത് രൂപത്തിലാ അല്ലാഹു ഈ പാപികളുടെ ദോഷങ്ങൾ പൊറുക്കുന്നത്? ഈ ദീനിനെ ഇവിടെ നിലനിർത്താൻ നമ്മൾ ചെയ്ത ഖിദ്മ എന്താണ്? ഈ ദീനിന് വേണ്ടി ചെയ്ത ഖിദ്മ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, ഈ ദീനിന് വേണ്ടി നമ്മെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. ഈ ദീനിനെ വളർത്താൻ വേണ്ടി അൽ ഉലമാ വറസത്തുൽ അംബിയാ, അല്ലാഹുവിന്റെ ഹബീബിനെ പോലെയുള്ള പ്രവാചകന്മാരുടെ വാരിസീങ്ങളായ അല്ലാഹുവിന്റെ ഔലിയാക്കള് ഈ ദീനിനെ ഇവിടെ പടുത്തുയർത്തുമ്പോ, ഈ ദീനിന്റെ കാര്യങ്ങളെ ഈ പാവപ്പെട്ട നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, ആ ഔലിയാക്കളായ അല്ലാഹുവിന്റെ ഔലിയാക്കളായ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട്, ആ പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട്, അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദീനിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, അവരെ തെറികൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് ദീനിനെ ഈ ലോകത്തെ ഇല്ലാതാക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ പണ്ഡിതന്മാരെന്ന് പറയുമ്പോ അവര് അല്ലാഹുവിന്റെ ഹബീബിന്റെ വാരിസീങ്ങളാണ് കേട്ടോ. ആയതുകൊണ്ട് അവര് കുറ്റം പറയുന്നത് പ്രവാചകന്മാരെ കുറ്റം പറയുന്നതിന് തുല്യമാണ്. ആയതുകൊണ്ട് ശ്രദ്ധിക്കണേ, ആ പണ്ഡിത മാംസമുണ്ടല്ലോ അത് വിഷമാണ് കേട്ടോ. ഒരിക്കലും ഒരു പണ്ഡിതനെയും കുറ്റം പറയാനുള്ള ആ ബുദ്ധി അത് നമ്മുടെ മനസ്സിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോ, അത് ശൈത്താനിയത്താണ് കേട്ടോ. അത് ശൈത്താന്റെ കുതന്ത്രമാണെന്ന് ചിന്തിച്ചു കൊള്ളണം. ഞാനിതിവിടെ പറയാൻ കാരണം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ലൈവിന്റെ സമയമായിട്ടുണ്ട്, വാർത്തന്റെ സമയമായിട്ടുണ്ടല്ലോ അല്ലെ? വാർത്തന്റെ സമയമായിട്ടുണ്ടോ? ഓക്കെ. ഇൻഷാ അല്ലാഹ് വാർത്ത കൊടുക്കുന്ന റൈസ് ഹാൻഡ് ചെയ്തു വരാം. സമയമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എസ് അടിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് PM ചെയ്താൽ മതി. വാർത്തന്റെ സമയമായിട്ടുണ്ടെങ്കിൽ വാർത്ത കൊടുക്കുന്ന ആളൊന്ന് റൈസ് ഹാൻഡ് ചെയ്തു വരാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ മഹത്വമാണ്.
ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത് നമ്മുടെ ദോഷങ്ങളെ പൊറുക്കലാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഏറ്റവും നാം നാളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണ്ടേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന ആ യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ നമുക്ക് ഉൾപ്പെടണോ? എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിച്ചോ. കാരണം അല്ലാഹുവിന്റെ ഹബീബാ നമ്മെ പഠിപ്പിച്ചത്, നീ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നിനക്ക് വേണ്ടി അല്ലാഹു 10 ഹസനത്തുകളെ എഴുതപ്പെടുകയും 10 ഹസനത്തുകളെ എഴുതപ്പെടുക മാത്രമല്ല, നിന്റെ 10 ദറജകളെ ഉയർത്തുകയും ആ 10 ദറജകളെ ഉയർത്തുക മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ വന്നു പോയ തെറ്റുകളുണ്ടല്ലോ, അതിൽ ഒരു സ്വലാത്തിന്റെ പകരമായി കൊണ്ട് 10 തെറ്റുകളെ മായ്ച്ചു കളയുകയും ചെയ്യുന്നു. നമ്മളിൽ ആരാ തെറ്റില്ലാത്തവര്? നമ്മളിൽ ആരാ തെറ്റ് ചെയ്യാത്തവര്? ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വലാത്തുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ ഉൾപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണം. ആ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ നടത്തണം. ആദ്യം എന്റെ നഫ്സിനോട് ഞാൻ ഉപദേശിച്ചുകൊണ്ട് എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ ഉണർത്തുകയാണ്. ഒരു ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, ആ മഹാനവറുകളുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് അവിടെന്ന് പറഞ്ഞു. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുകയാണ്, എന്റെ മകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ മകളെ ഞാൻ വല്ലാതെ സ്നേഹിച്ച മകളാണ്, വല്ലാതെ താലോലിച്ച് വളർത്തിയ എന്റെ മകള്. ആ മകളെ എനിക്കൊന്ന് സ്വപ്നത്തിൽ കാണാൻ എന്താണൊരു മാർഗമുള്ളത് എന്ന് ആ മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിച്ചപ്പോ അവളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കാര്യം ചെയ്യുക, നീ കിടന്നുറങ്ങാൻ പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങുക. ആ സ്ത്രീ അതുപോലെ ചെയ്തു. കടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട്, പ്രിയമുള്ള സഹോദരാ, ഇവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന കാര്യം ഞാനൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നാം ഉറങ്ങുമ്പോ കടന്ന പാടെ അങ്ങ് ഉറങ്ങിപ്പോവുകയില്ലല്ലോ. ഉറങ്ങുമ്പോ ഒരല്പമൊക്കെ ഇങ്ങനെ ആലോചിച്ച്, ഉറക്കം വരുന്നത് വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ ഉറങ്ങാറുള്ളത്. എന്നാൽ ഈ സമയത്ത് ആദ്യമായിക്കൊണ്ട് നിങ്ങളോടൊരു കാര്യം ഞാൻ ഉണർത്തട്ടെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ മറ്റു പല കാര്യങ്ങളും ആലോചിച്ചിരിക്കുകയാണെങ്കിൽ, ഉറക്കം വരുന്നതുവരെ പല കാര്യങ്ങളും നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ, ഉറക്കം വരുന്നതുവരെ നിങ്ങൾ സ്വലാത്തിനെയും മറ്റു ദിക്റിനെയും അധികരിപ്പിക്കുക. എന്നാൽ നിങ്ങൾ ആ ദിക്റുകളെ അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ, ആ ഉറക്കത്തിലെങ്ങാനും നാം മരണപ്പെട്ടാൽ ആ ദിക്റ് ചൊല്ലിയവനായിക്കൊണ്ട് മരണപ്പെടും. അതല്ലാതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ ഉറങ്ങിയതെങ്കിൽ നേരം പുലരുന്നതുവരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവനായിക്കൊണ്ട് അല്ലാഹു ഹസനത്തുകളെ എഴുതപ്പെടുമെങ്കിൽ, പ്രിയമുള്ള സഹോദര, ആയതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് സ്വലാത്തുകളെ വർദ്ധിപ്പിക്കണം, ദിക്റുകളെ വർദ്ധിപ്പിക്കണം. അങ്ങനെ ഈ സ്ത്രീ മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതനുസരിച്ച് അവിടുന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുറങ്ങുകയാണ്. അങ്ങനെ ഈ സ്ത്രീയുടെ കുട്ടിയെ സ്വപ്നത്തിൽ കാണുകയാണ്. ഏത് രൂപത്തിലാണ് ആ പെൺകുട്ടിയെ സ്വപ്നത്തിൽ കണ്ടതെന്നറിയോ? ഒരു തരം മുള്ളുകളാലുള്ള വേഷം ധരിപ്പിച്ചുകൊണ്ട് പിരടിയിൽ വിലങ്ങിട്ട നിലയിലാണ് കാണുന്നത്.
അവളുടെ 2 കാലുകളാണെങ്കിലോ അത് നരകത്തിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് വല്ലാതെ വിഷമിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ സ്ത്രീ, കുട്ടിയുടെ മാതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എണീറ്റ് നിന്നിട്ട് നേരം പുലരാൻ കാത്തുനിന്നു. നേരം പുലർന്ന് സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ പോയി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോയിട്ട്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ എന്റെ മകളെ കണ്ടത് ഈ രൂപത്തിലാണ് എന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുപോയി. പ്രിയമുള്ള സഹോദരാ, അങ്ങനെ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞുപോയി. അങ്ങനെ ആ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കുറെ കാലങ്ങൾക്ക് ശേഷം മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്ന സമയത്ത് ഈ കുട്ടിയെ സ്വപ്നത്തിൽ കാണുകയാണ്. ഏത് രൂപത്തിലാ സ്വപ്നം എന്നറിയോ? ഈ കുട്ടി സ്വർഗീയ ലോകത്ത് ഒരു വലിയ കിരീടം ലഭിച്ചിട്ടുണ്ട്. കിരീടം തലയിൽ വെച്ചുകൊണ്ട് ഒരു കട്ടിലിൽ സുഖകരമായി കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ അവസ്ഥ കണ്ട ആ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഈ കുട്ടി ചോദിച്ചു മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾക്കെന്നെ മനസ്സിലായോ? ഇല്ല എന്ന് പറഞ്ഞപ്പോ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അന്ന് നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് എന്നെ സ്വപ്നത്തിൽ കാണണമെന്ന് പറഞ്ഞത് എന്റെ ഉമ്മയാണ്. പക്ഷേ എന്റെ ഉമ്മ കണ്ട സ്വപ്നത്താൽ എന്റെ ഉമ്മ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തേ നിനക്ക് ഈ അവസ്ഥ വരാൻ കാരണമെന്ന് എന്തേ നിനക്ക് ഇങ്ങനെ ഒരു പദവി കിട്ടാൻ കാരണമെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഈ കുട്ടിയോട് ചോദിച്ചപ്പോ ഈ കുട്ടി പറയുകയാണ്, ഞാൻ മറവട്ട് കിടന്ന ആ മക്ബറയുണ്ടല്ലോ, അവിടെ 550ഓളം പേര് തെറ്റുകളാൽ ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ആ വഴിയിലൂടെ നടന്നു പോയ ഒരു മനുഷ്യൻ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ആ മക്ബറയുടെ വഴിയിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സ്വലാത്തുകളെ ഞങ്ങൾക്ക് വേണ്ടി റഹ്മാനെ, ഇവിടെ ഈ മക്ബറയിൽ മറവ് കെട്ട് കിടക്കുന്ന ഈ മയ്യത്തുകൾക്ക് നീ അവരുടെ ഖബറിലേക്ക് നീ ഈ ഞാൻ ചൊല്ലിയ സ്വലാത്തിനെ എത്തിച്ചു കൊടുക്കണേ എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്തു. ആ ഹദിയയുടെ കാരണത്താൽ അള്ളാഹു ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുത്തുകൊണ്ട് ആ സ്വലാത്തിനെ ഞങ്ങൾക്ക് ഹദിയ ചെയ്തതിന്റെ കാരണം കൊണ്ട് അള്ളാഹു ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുത്തുകൊണ്ട് 550ഓളം ആളുകൾക്ക് അള്ളാഹു ആ ഒരു മനുഷ്യൻ ചൊല്ലിയ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുത്തു തന്നിട്ട് ഞങ്ങളെ സ്വർഗത്തിൽ വലിയ പദവി ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താ നാം ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ട് ഒരു മനുഷ്യൻ ചൊല്ലിയിട്ട് ഖബറിൽ കിടക്കുന്ന ഏതോ കുടുംബക്കാരല്ലാത്ത, അറിയാത്ത, അയൽവാസികളല്ലാത്ത ഏതോ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മക്ബറയിൽ മറവുപെട്ട് കിടക്കുന്ന ഏതോ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഈ മനുഷ്യൻ ഹദിയ ചെയ്തപ്പോ അതിന്റെ പ്രതിഫലമായി കൊണ്ട് ഇവർക്ക് ദോഷം പൊറുത്തു കൊടുത്തുവെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നേരിട്ട് കേൾപ്പിക്കപ്പെടുമെന്ന് തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും എന്റെ പേരിൽ ആര് സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിലും അത് മഅറൂലത്താണ്, അതെനിക്ക് നേരിട്ട് എത്തിക്കപ്പെടുന്ന സ്വലാത്താണ് എന്നല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വലാത്ത് ചെല്ലുന്നതിന് ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ സമയത്ത് മരണസമയത്ത് നമുക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ത്യാഗോജ്ജലമായ ജീവിത രീതി അവിടുത്തെ ജീവിത സമയത്ത് മുഴുവനും കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊന്നും പകരം കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സ്വലാത്തല്ലാതെയില്ല. ആയതുകൊണ്ട് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
പ്രിയമുള്ളവരെ, ആ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകളെ വർദ്ധിപ്പിക്കണമെന്ന് ആദ്യം എന്റെ നഫ്സിനോട് ഞാൻ ഉപദേശിച്ചുകൊണ്ട്, എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഈ വെള്ളിയാഴ്ച രാവിലെ ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെല്ലൂ പ്രിയമുള്ളവരെ, മദീനത്തേക്കാണ് നാം സലാത്ത് ചെല്ലുന്നത്. നേരിട്ട് ഞാൻ ഈ സാധുവായ ശാക്കിർ ചൊല്ലുന്ന സലാത്ത് എന്റെ അതേ ശബ്ദത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടേ. ആയതുകൊണ്ട് മറക്കണ്ട കേട്ടോ, ഒരിക്കലും മടിക്കണ്ട കേട്ടോ. നാം എത്ര മെല്ലെ ചെല്ലിയാലും നമ്മുടെ അതേ ശബ്ദത്തിൽ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന സലാത്ത് അള്ളാന്റെ ഹബീബ് കേൾക്കുന്നുണ്ട് കേട്ടോ. അതല്ലാത്ത ദിവസങ്ങളിൽ ചൊല്ലുന്നത് അള്ളാഹുവിന്റെ മലക്കുകളാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുഹദ്റത്തിലേക്ക് എത്തിക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചെല്ലുന്നത് നമ്മുടെ അതേ ശബ്ദത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് ഈ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടേ. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാപികളുടെ ദോഷങ്ങൾ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പൊറുത്തു തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്തിന്റെ ഫളിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. ഒരുപാട് ഉദ്ദേശങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയ ഈ സ്വലാത്തിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ സർവോദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റിത്തരട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതാണ്, നിങ്ങളോട് പലതവണ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് എന്റെ അമ്മാവന്റെ കാര്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം. ഈ സ്വലാത്തിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളിൽപ്പെട്ട രോഗികളുടെ അസുഖങ്ങൾക്ക് പരിപൂർണ ശമനം അല്ലാഹു നൽകുമാറാവട്ടെ.